ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന സൂചന നൽകുകയാണ് നമ്മുടെ ശശി തരൂർ എം പി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാൽ പൂർണ്ണമായും വിരമിക്കുന്നില്ല. പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറേണ്ടത് എപ്പോഴാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും തരൂർ പറയുന്നു. I honestly feel that at some point we all need to know when to step aside for younger blood to come in and have a crack at it. The Lok Sabha is certainly a very, very important institution. I've done my very best for my constituents and I will continue doing so. But there are ways of serving in public life without necessarily having to do it that way, and I think that's something that if the next election is 5 years from hence, I don't really see myself at that stage wanting to have another go at the Lok Sabha. But for now, there are 5 years to serve, and I'm determined to do my best for the people I represent during those 5 years. ശശി തരൂരിന്റെ പ്രതികരണമാണ്, വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബാലു, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ പറയാനാവുന്നത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന് എല്ലായിടത്തും വിജയം ഉണ്ടായപ്പോൾ അത്തരത്തിൽ തന്നെ ഏറ്റവും കഠിനമായി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിയത് ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അതിലിപ്പോൾ തരൂർ പറയുന്നത് അത് ലോക്സഭാ രാഷ്ട്രീയത്തിൽ, അതായത് അത്തരത്തിലുള്ള പാർലമെന്റ് മത്സരത്തിൽ നിന്ന് മാത്രമാണോ അതോ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമോ അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്? അക്ഷയ വാർത്താ ഏജൻസി PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൻ്റെ അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന സൂചന ശശി തരൂർ നൽകിയിരിക്കുന്നത്. ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ പൂർണ്ണമായി മാറുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ലോക്സഭയിലേക്ക് ഇനി താൻ മത്സരിക്കാനില്ല, പക്ഷേ മറ്റ് തെരഞ്ഞെടുപ്പ് മേഖലകളിലേക്ക് കടക്കുന്നു എന്ന സൂചനകളാണ് അല്ലെങ്കിൽ എന്ന ഒരു നിലപാടാണ് ശശി തരൂർ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാജ്യസഭയാണോ അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പാണോ എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായി താൻ ജനങ്ങളെ സേവിക്കുന്നുണ്ട്. ഇനി 5 വർഷത്തേക്ക് കൂടി, അതായത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെ കാലാവധി 5 വർഷമുണ്ട്. ആ 5 വർഷവും താൻ തിരുവനന്തപുരത്തെ തൻ്റെ തനിക്ക് വോട്ട് നൽകി അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളെ താൻ സേവിക്കുന്നതായിരിക്കും. അത് പൂർണ്ണമായും തന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറാനുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് തരൂർ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറുന്നു എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന വലിയ കൗതുകത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പലരും കാണുന്നത്. കാരണം തികച്ചും അപ്രതീക്ഷിതമായാണ് തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. തരൂർ ഇന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പരസ്യമായി തന്നെ പറയുവാനാണ് സാധ്യത. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച ഭൂരിപക്ഷത്തിന്, അതായത് കേരളത്തിലെ പല സ്ഥാനാർത്ഥികൾക്കും ഒക്കെ എന്തായാലും ശരിയാണ്, ഇത്തവണ വളരെ കഷ്ടിച്ചുള്ള, ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു തരൂരിന്റെ വിജയം ഉണ്ടായിരുന്നത്. രാജഗോപാലിനെതിരെ മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, അത്രയും വിയർത്ത് തന്നെയാണ് അദ്ദേഹം വിജയിച്ച് കയറിയത്. എന്തായാലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനില്ല എന്നുള്ള കാര്യം തരൂർ പറയുമ്പോൾ നമ്മൾ ആഗോള പൗരനായിട്ടാണ് ശശി തരൂരിനെ എപ്പോഴും കാണുന്നത്. അദ്ദേഹം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വന്നിട്ട് തനി മലയാളി, നമ്മുടെ തനി കേരളത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാകുന്ന അങ്ങനെ ഒരു നേതാവായി മാറുമോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. വി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്.